إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة فخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. സ്നേഹമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൃഷ്ടാവും പരിപാലകനും സംരക്ഷകനുമായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ, അവന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമേ എന്ന് ആദ്യമായി എന്നോടൊന്ന പോലെ നിങ്ങളെയും ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സർവശക്തനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ നിർത്തുവാൻ എല്ലാ കാലത്തും ഉന്നയിക്കാറുള്ള ആരോപണമാണ് ഇസ്ലാം സ്ത്രീകളെ പരിഗണിക്കുന്നില്ല എന്നത്. അല്ലാഹുവിന്റെ ദീൻ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന മേഖലയും ഇതുതന്നെയാണ്. അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരോട് പ്രമാണങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് എല്ലാ കാലത്തും മുസ്ലിമീങ്ങൾ മറുപടി നൽകിയിട്ടുമുണ്ട്.
സ്ത്രീകളുടെ അവകാശങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന, അവരെ അടിച്ചൊതുക്കുന്ന, അവരെ പർദ്ദയുടെ തടവറയ്ക്കുള്ളിൽ തളച്ചിടുന്ന, അവർക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു കോട്ട നാഗരികതയിലേക്കാണ് സ്ത്രീകളെ തിരിച്ചു കൊണ്ടുപോകുവാൻ ഇസ്ലാം ശ്രമിക്കുന്നത്. അങ്ങനെ തുടങ്ങി ഒട്ടേറെ വിമർശനങ്ങൾ. ആ വിമർശനങ്ങൾ ഏറ്റവും ശക്തമായി പലപ്പോഴും നാം കേട്ടിട്ടുള്ളത് കേരളത്തിന്റെ സാമൂഹ്യ മണ്ഡലത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുള്ള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. പലപ്പോഴും ലഭ്യമാകുന്ന അവസരങ്ങളെ ഈ ആരോപണങ്ങൾ ശക്തിപ്പെടുത്താൻ വേണ്ടി ഈ ആളുകൾ ഉപയോഗിക്കാറുമുണ്ട്. പക്ഷേ വർത്തമാന കാലത്ത് നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു വൈരുദ്ധ്യം, നമ്മുടെ സമൂഹത്തെ മലീമസമാക്കാൻ ഏറ്റവും കൂടുതൽ പങ്ക് നിർവഹിച്ചിട്ടുള്ളത് സിനിമാ മേഖലയാണ് എന്നതാണ്. മനുഷ്യർ പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കുന്ന കുടുംബ ബന്ധത്തെ തകർക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ശ്രമിച്ചു പോന്നിട്ടുള്ളവർ ഈ മേഖലയിലുള്ളവരാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. വിവാഹം, കുടുംബം എന്ന ശക്തമായ ജീവിത വിശുദ്ധിയെ തകർക്കുക എന്ന മെസ്സേജാണ് കഴിഞ്ഞ കുറച്ചു കാലമായി സിനിമാ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് ശക്തമായി ചർച്ച ചെയ്യപ്പെടുന്ന LGBTQ എന്ന ആശയം മുന്നോട്ട് കൊണ്ടുവന്നതും സ്ത്രീ പുരുഷ സമത്വത്തിന്റെ പേര് പറഞ്ഞ് അഴിഞ്ഞാടാനുള്ള അവസരങ്ങൾ നൽകി കുടുംബം എന്നുള്ള ഒരു വ്യവസ്ഥയെ തന്നെ വേണ്ടതില്ല എന്ന് തുറന്നു പറഞ്ഞതാരാ? നമുക്കറിയാം. മലയാളത്തിലെ ഒരു സിനിമാ സംവിധായകൻ പറഞ്ഞത്, എന്റെ സിനിമ കണ്ടിട്ട് ഒരു 10 വിവാഹമോചനം നടന്നാൽ ഞാൻ സന്തോഷവാനായി, എന്റെ സിനിമ അവിടെ വിജയിച്ചു എന്നാണ്. എന്റെ സിനിമ കണ്ടിട്ട് ഒരു 10 വിവാഹമോചനം ഇവിടെ നടക്കണം, അവിടെയാണ് എന്റെ വിജയം, എന്റെ സിനിമയുടെ വിജയം, അവിടെ ഞാൻ സന്തുഷ്ടനാണ് എന്നാണ് ആ സിനിമാ സംവിധായകൻ പറഞ്ഞു വെച്ചത്. സഹോദരങ്ങളെ, അത്രയേറെ മനുഷ്യർ പവിത്രമാക്കി സൂക്ഷിച്ചു പോരുന്ന കുടുംബ ബന്ധങ്ങളെ തകർക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ചിട്ടുള്ളത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവർ ഇസ്ലാമിന് നേരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പലപ്പോഴും സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഏറ്റവും രൂക്ഷമായ വൃത്തികെട്ട അഴുക്കുചാലിൽ നിന്ന് ഉയരുന്ന ദുർഗന്ധത്തെക്കാൾ മോശമാണ് ഇപ്പോൾ ഈ മേഖലയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതാണല്ലോ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ഒരാഴ്ചയായി, കഴിഞ്ഞ ദിവസങ്ങളിലായി കേരളത്തിലെമ്പാടി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, സകല മീഡിയകളിലും സോഷ്യൽ മീഡിയകളിലും ചർച്ചയ്ക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടാണ്. എന്താണ് ഹേമ കമ്മീഷൻ? സിനിമാ മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാൻ സർക്കാർ ഒരു സമിതിയെ നിശ്ചയിച്ചിരുന്നു. ഹേമ എന്ന് പറയുന്ന ഒരു ജഡ്ജിയുടെ നേതൃത്വത്തിൽ 3 അംഗ കമ്മീഷൻ 5 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ പുറത്തു വന്ന റിപ്പോർട്ടിൽ മലയാള സിനിമാ മേഖലയിലെ ഇരകൾ നേരിടുന്ന ലൈംഗിക അതിക്രമങ്ങളെയും പീഡനങ്ങളുടെയും വിവരണങ്ങളാണ് ഇതിലുള്ളത്. 4.5 വർഷം പൂഴ്ത്തിവെച്ച ആ സമിതിയുടെ റിപ്പോർട്ട് വിവരാവകാശ നിയമപ്രകാരം നിർബന്ധിതമായ സാഹചര്യത്തില് പുറത്തു വന്നിരിക്കുകയാണ്. സഹോദരങ്ങളെ, മലയാള സിനിമയില്
പലതരത്തിലുള്ള കോളിളക്കത്തിന് വഴിവെക്കുന്ന റിപ്പോർട്ടുകളാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലൂടെ വായിച്ചു കൊണ്ടിരിക്കുന്നത്, പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, 300 പേജുകളുള്ള ആ റിപ്പോർട്ടില് 233 പേജാണ് പുറത്തു വിട്ടിട്ടുള്ളത്. അത് തന്നെ സാധാരണ സംസ്കാരമുള്ള മനുഷ്യർക്ക് പോലും വായിക്കാൻ കൊള്ളാത്ത, വായിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള റിപ്പോർട്ടുകളാണ് ആ ഹേഗ കമ്മീഷൻ റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. സഹോദരങ്ങളെ, സ്ത്രീകൾ പലതരത്തിൽ പീഡനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടിന്റെ കണ്ടെത്തൽ. അതിന്റെ ചുരുക്കം അതാണ്: അഭിനയമോഹവുമായി വരുന്ന സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന സിനിമാ മേഖലയിലുള്ള ആളുകൾ ആ രംഗത്ത് പ്രവർത്തിക്കുന്നു എന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. സിനിമയുടെ മറവിൽ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളെ കുറിച്ച് കേട്ട് ഞെട്ടിത്തരിച്ച് കാര്യങ്ങൾ തുറന്നെഴുതിയിരിക്കുകയാണ് ഹേമ കമ്മിറ്റി. നടിമാരുടെ വാതിൽ മുട്ടുന്ന പതിവ്, നടിമാരുടെ വാതിൽ വന്ന് മുട്ടുന്നു, വാതിൽ തുറന്നില്ലെങ്കിൽ ശക്തമായി ഇടിക്കുന്നു, സഹകരിച്ചില്ലെങ്കിൽ റീടേക്കുകൾ എടുപ്പിച്ച് ബുദ്ധിമുട്ടിക്കുന്നു, അതിനും തയ്യാറാകാത്തവരുടെ കുടുംബം തകർക്കുമെന്ന ഭീഷണി ഉണ്ടാകുന്നു. സഹോദരങ്ങളെ, നടി ആക്രമിക്കപ്പെടുന്ന സംഭവം ഒറ്റപ്പെട്ടതല്ല. മലയാള സിനിമയെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു ക്രിമിനൽ സംഘമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പലപ്പോഴും പേടി കാരണമാണ് പലരും തുറന്നു പറയാൻ മടിക്കുന്നത്. ആരെയെങ്കിലും കൂട്ടിപ്പോകാതെ സുരക്ഷിതമല്ല സൈറ്റുകളിൽ പോകുക അവരെ സംബന്ധിച്ചിടത്തോളം പ്രയാസമാണ്. ഇത്തരം വാർത്തകൾ സത്യത്തിൽ നമുക്ക് അത്ഭുതം സമ്മാനിക്കുന്ന ഒന്നല്ല. കാരണം നമുക്ക് മുമ്പ് തന്നെ ഈ ഒരു മേഖലയെ കുറിച്ച് അറിയാവുന്നവരാ. ഈ ഒരു മേഖല തന്നെ ശരിയല്ല എന്ന് മനസ്സിലാക്കുന്നവരാണ് നമ്മൾ. സഹോദരങ്ങളെ, സിനിമാ മേഖലയിലെ കാസ്റ്റിംഗ് കൗച്ചും മീറ്റും ക്യാമ്പുകളെല്ലാം അറിയുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. എന്താ കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്നത്? സിനിമാ മേഖലയിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു പദമാണ്. സമീപകാലത്ത്, അടുത്ത കാലത്ത് രൂപാന്തരപ്പെട്ടു വന്ന ഒരു പദമാണ് കാസ്റ്റിംഗ് കൗച്ച്. എന്താണ് അതിന്റെ അർത്ഥം? താൻ പറയുന്ന കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ, താൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ, താൻ പറയുന്ന ജോലി, താൻ പറയുന്ന പണിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്കിവിടെ ജോലിയില്ല, നിങ്ങൾക്കിവിടെ സിനിമയിൽ ഒരു ജോലിയുമില്ല, അല്ലെങ്കിൽ ഈ സിനിമാ രംഗത്ത് നിങ്ങൾക്ക് ഒരു റോളും ഇല്ല. നിങ്ങൾക്ക് സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ, അവിടെ നിങ്ങൾക്കൊരു റോൾ ഉണ്ടാകണമെങ്കിൽ ഞങ്ങൾ പറയുന്ന കാര്യം ഞങ്ങൾക്ക് സാധിച്ചു തരണം. ഇതാണ് കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്നത്. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് കടന്നു വന്നിട്ടുള്ള കാസ്റ്റിംഗ് കൗച്ചും ഇതിനേക്കാൾ ഒരു സ്ത്രീയുടെ അവകാശത്തെ നിഷേധിക്കുന്ന, സ്ത്രീത്വത്തെ നിന്ദിക്കുന്ന ഒരു സങ്കല്പ ലോകത്ത് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല എന്ന് വേണം പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ദീനിനെ വിമർശിക്കുകയും ആ ദീനിനെതിരെ വിമർശങ്ങൾ ഉന്നയിക്കുകയും അറിവിന്തിരിപ്പനാണ് ഇസ്ലാമിലെ സ്ത്രീ സങ്കല്പം എന്ന് പറയുന്ന ആളുകൾ ഈ ലൈംഗിക വൈകൃതത്തിൽ അവർ നിർവഹിച്ചിരിക്കുന്ന പങ്ക്, കള്ളക്കടത്തിൽ അവർ നിർവഹിച്ചിരിക്കുന്ന പങ്ക്, അവിഹിതമായ കൂട്ടുകെട്ടില് അവിഹിത ബന്ധങ്ങള് സമൂഹത്തിൽ വളർന്നു വരുന്നതിൽ അവർ വഹിച്ച പങ്ക്, അങ്ങനെ എത്ര സഹോദരങ്ങളെ, വലിയ വലിയ പ്രമാദമായ കൊലക്കേസുകളില് പ്രതികൾ അവസാനം പറയുന്നത് ഞങ്ങൾ ഇന്ന സിനിമകൾ കണ്ടിട്ടാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന്. മോഷണവും തട്ടിപ്പും വെട്ടിപ്പും കൊലപാതകവും അതിനൊക്കെ ഞങ്ങളെ പ്രേരിപ്പിച്ചത് ഇന്ന സിനിമകളാണ്, ഇന്ന സിനിമകളിലെ രംഗം കണ്ടിട്ടാണ് ഞങ്ങൾ ഇന്ന പ്രകാരം ചെയ്തത്, ഇന്നയാളെ കൊലപ്പെടുത്തിയത്, ഞങ്ങൾ മോഷണം നടത്തിയത്, തട്ടിപ്പ് നടത്തിയത് എന്ന് കുറ്റവാളികൾ ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് പലപ്പോഴും നമ്മൾ കേൾക്കുന്നത്. സഹോദരങ്ങളെ, സമൂഹത്തിന്റെ ധാർമ്മികതയെ തകർക്കുക എന്നതല്ലാതെ ആധുനിക കാലഘട്ടത്തിലെ
ഈ കൊമേഴ്സ്യൽ മേഖലയിൽ നിന്ന് ഒരു നന്മയും നമുക്ക് പ്രതീക്ഷിക്കാൻ വരികയില്ല. എന്തെങ്കിലും ഒരു നന്മ ഈ സിനിമാ ലോകത്തിൽ നിന്ന് ഈ സമൂഹത്തിന് ഇന്ന് വരെ ഒരു നന്മയെങ്കിലും ലഭിച്ചതായി ഒരിക്കലും നമുക്ക് കണ്ടെത്താൻ സാധ്യമല്ല സഹോദരങ്ങളെ. എന്നാൽ ഇവർ വിമർശിക്കുന്ന ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, ഈ ആളുകൾ പ്രതിക്കൂട്ടിൽ കയറ്റാൻ ശ്രമിക്കുന്ന പരിശുദ്ധമായ ദീനിനെ സംബന്ധിച്ചിടത്തോളം ഏത് കാലത്തും ഏത് സമൂഹത്തിന്റെ മുമ്പിലും തുറന്നു പറയാൻ സാധിക്കുന്ന 1400 വർഷങ്ങൾ കഴിഞ്ഞുപോയ ഈ ആളുകൾ കിതാബ് എന്ന് പറഞ്ഞ് വിമർശിച്ചു കൊണ്ടിരിക്കുന്ന, പരിഹസിച്ചു കൊണ്ടിരിക്കുന്ന വിശുദ്ധ ഖുർആൻ, ആ വേദഗ്രന്ഥം 1400 വർഷങ്ങൾ കടന്നുപോയി. അതെ, ആ വേദഗ്രന്ഥവുമായി കടന്നു വന്ന, അത് ലോകത്തിന് പരിചയപ്പെടുത്തിയ മഹാനായ പരിശുദ്ധ പ്രവാചകൻ കഴിഞ്ഞു പോയിട്ട് 1400 വർഷത്തിലേറെയായി. പക്ഷേ സ്ത്രീകളുടെ അഭിമാനം സംരക്ഷിക്കുന്നതിലും ആ സ്ത്രീക്ക് ഔന്നത്യം നൽകുന്നിടത്തും പരിശുദ്ധ ഗ്രന്ഥത്തെക്കാളും പരിശുദ്ധ പ്രവാചകനേക്കാളും സമാനമായ ഒരു ആദർശം, സമാനമായ ഒരു ആശയം ലോകത്തിന്റെ മുമ്പിൽ പറഞ്ഞ ഒരു ഇസത്തെ, ഒരു പ്രത്യയശാസ്ത്രത്തെ ഒരിക്കലും പ്രിയപ്പെട്ടവരെ നമുക്ക് കാണുക സാധ്യമല്ല. സ്ത്രീ അരക്ഷിതയാണ്, അവൾ സുരക്ഷിതയല്ല എന്നാണല്ലോ ഈ ആളുകൾ ആരോപിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഇസ്ലാം സ്ത്രീയെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് സഹോദരങ്ങളെ. ദുനിയാവിലെ ഏറ്റവും നല്ല വിഭവം ഏതാ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് സമ്പത്താണെന്നാണോ, ഭൂസത്താണോ, ബിൽഡിങ്ങുകളാണോ, ഏതെങ്കിലും സാമഗ്രികളാണോ? നിങ്ങൾ ലോകത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും നിങ്ങൾക്ക് കിട്ടാവുന്ന വിഭവങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല വിഭവം ഏതാണെന്നാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് പറഞ്ഞത്. അദ്ദുനിയാ മതാഉൻ വഖൈറുൽ മതാഇ ദുനിയാ അൽ മർഅതു സ്വാലിഹ. അദ്ദുനിയാ മതാഉൻ, ഈ ദുനിയാവി എന്ന് പറയുന്നത് വിഭവങ്ങളാണ്, സുന്ദരമായ മനോഹരങ്ങളായ ഒരുപാട് വിഭവങ്ങളുള്ള ലോകത്തില്, ആ ലോകത്ത് വഖൈറുൽ മതാഇ ദുനിയാ, ഈ ദുനിയാവിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും നല്ല വിഭവം അൽ മർഅതു സ്വാലിഹ, സ്വാലിഹത്തായ പെണ്ണാണ്, സൽവൃത്തയായ സ്ത്രീയാണ് എന്ന് ലോകത്തോട് പറഞ്ഞ പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ, ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള വിഭവം ഒരു സ്ത്രീയാണ് എന്ന് ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നതിലൂടെ ഇസ്ലാം സ്ത്രീക്ക് ലോകത്ത് നൽകിയിട്ടുള്ള മഹത്വവും, ഇസ്ലാം ലോകത്ത് നൽകിയിട്ടുള്ള സ്ഥാനവും എത്രത്തോളമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പ്രവാചകന്റെ ഈ ഒരു വചനം മതി. പ്രത്യേകിച്ച് നാം ആലോചിച്ചു നോക്കൂ, ഈ പറഞ്ഞ കാസ്റ്റിംഗ് കൗച്ചിന്റെ ഈ കാലഘട്ടത്തില് പ്രത്യേകമായി എന്തെല്ലാം മേഖലയിൽ സ്ത്രീകൾക്ക് ഇസ്ലാം സുരക്ഷിതത്വം നൽകി എന്ന് മനസ്സിലാക്കാനും അത് മറ്റുള്ള ആളുകൾക്ക് ഈ ഒരു കാലഘട്ടത്തിന് പറഞ്ഞു കൊടുക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇസ്ലാം പഠിപ്പിച്ച സകല നിയമങ്ങളും സ്ത്രീകളുടെ സുരക്ഷിതത്വവും അവരുടെ അഭിമാനവും സംരക്ഷിക്കുവാൻ ഉതകുന്നതാണ്. കാരണം അത് അവതരിപ്പിച്ചിട്ടുള്ളത് ലോകത്തിന്റെ സിദ്ധാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. അത് അവതരിപ്പിച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ പക്കൽ നിന്നാണ്. ഒരു സ്ത്രീയുടെ ജനനം മുതൽ മരണം വരെ മകളായി, സഹധർമ്മിണിയായി, ഒരു ഉമ്മയായി തുടങ്ങി എല്ലാ മേഖലകളിൽ തികഞ്ഞ ആദരവും പ്രത്യേകമായ അവകാശങ്ങളും സ്ത്രീകൾക്ക് വകവെച്ചു നൽകിയ മതദർശനമാണ് ഇസ്ലാം. അള്ളാഹുവിന്റെ മതമല്ലാതെ, സിദ്ധാവായ റബ്ബിന്റെ മാർഗമല്ലാതെ, മനുഷ്യനെ പടച്ച റബ്ബിനല്ലാതെ കൃത്യമായ സുരക്ഷിതത്വം നൽകാൻ കഴിയില്ല എന്നുള്ള കൃത്യമായ ഒരു പാഠം കൂടി ഈ ഒരു സമയത്ത് നമ്മൾ വായിച്ചെടുക്കുകയാണ്. ഒരു പാഠം കൂടി നമ്മൾ പഠിക്കുകയാണ്. അള്ളാഹുവിന്റെ ദീൻ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ഒരു സ്ത്രീയെ സംരക്ഷിക്കണമെന്ന കൃത്യമായ പാഠമാണ് ലോകത്തിന് മുന്നിൽ വരച്ചു കാണിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, ഇസ്ലാമിലെ സ്ത്രീ എന്ന് പറയുന്നത് അവൾ സുരക്ഷിതയാണ്. അവൾക്കുള്ള സ്ഥാനവും അവൾക്കുള്ള മഹത്വവും അള്ളാഹുവിനെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഗ്രന്ഥം കൃത്യമായി പഠിക്കുമ്പോ നമുക്കത് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മൾ അറിയണം, വിശുദ്ധ ഖുർആൻ ലോകത്തിലുള്ള സകല സത്യവിശ്വാസികൾക്കും മാതൃകയായി എടുത്തു കാണിക്കുന്നത് ആരെയാ? രണ്ട് സ്ത്രീകളെ. ലോകത്തുള്ള സർവ്വ മനുഷ്യർക്കും മാതൃകയായി കൊണ്ട് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു എടുത്തു കാണിക്കുന്നത് രണ്ട് സ്ത്രീരത്നങ്ങളെയാണ്. ഒന്ന്
മഹദി മറിയം ബീബി അലൈഹിസ്സലാം, മറ്റൊന്ന് ഫിറഔനിന്റെ ഭാര്യ ആസിയ റളിയല്ലാഹു അൻഹ. അതേ പ്രിയപ്പെട്ടവരെ, അവർക്കൊരു കുഞ്ഞിനെ നൽകാൻ അല്ലാഹു തീരുമാനിക്കുമ്പോ അല്ലാഹുവിന്റെ മലക്ക് വന്ന് ഒരു കുഞ്ഞിനെ കുറിച്ചുള്ള സന്തോഷ വാർത്തയുമായി ആ മറിയം ബീവിയുടെ മുന്നിൽ നിൽക്കുമ്പോ അവർക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കുമ്പോ മറിയം ബീവി പറഞ്ഞ വാക്ക്, പ്രിയപ്പെട്ട സഹോദരിമാരെ, ഏതൊരു സ്ത്രീകളുടെയും മനസ്സിലൂടെ കടന്നു പോകേണ്ട വാചകമാണ് മറിയം ബീവി ആ സമയത്ത് പറഞ്ഞത്. വലം യംസസ്നി ബശർ, വലം യംസസ്നി ബശറുൻ, ഒരു മനുഷ്യരും എന്നെ സ്പർശിച്ചിട്ടില്ലല്ലോ, ഒരു മനുഷ്യരും എന്നെ സ്പർശിച്ചിട്ടില്ല എന്ന് ആധികാരികമായി പറയാൻ അവർ കാണിച്ച തന്റെ ഇടം അവരുടെ ജീവിതത്തിലുള്ള ധൈര്യമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ സൂറത്ത് തക്രീമിന്റെ അവസാന ഭാഗത്തിൽ ലാസ്റ്റ് ആയത്തില് ആ മറിയം ബീവി അലൈഹിസ്സലാമിയുടെ ചരിത്രം എടുത്തു കാണിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, തീർന്നില്ല. ഞാനാണ് നിങ്ങളുടെ റബ്ബി എന്ന് പ്രഖ്യാപിച്ച ലോകം കണ്ട ഏറ്റവും വലിയ അധികാരിയും അഹങ്കാരിയുമായ ഫിറഔനിന്റെ കൊട്ടാരത്തില് മർദ്ദനങ്ങൾക്ക് വിധേയമാക്കപ്പെടുമ്പോ ഒരു സ്ത്രീ എന്ന പരിമിതിക്കുള്ളിൽ നിന്നാലും തെറ്റാവായ റബ്ബിനോടുള്ള കടപ്പാട് ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് ശരീരത്തിന്റെ മർമ്മഭാഗത്തിലൂടെ ആയുധം കുത്തിക്കയറ്റി കൊലപ്പെടുത്തുന്ന സന്ദർഭത്തിൽ പോലും, ആ മരണത്തെ മുഖാമുഖം കാണുന്ന ആ സന്ദർഭത്തിൽ പോലും ആസിയ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, ഇത് കാലത്ത് റബ്ബി ബിനി ഇന്നക ബൈതൻ ഫിൽ ജന്ന വനജ്നി മിൻ ഫിറഔന വഅമലിഹി വനജ്നി മിനൽ ഖൗമിൽ ളാലിമീൻ. അതെ, ലോകത്തിലുള്ള വിശ്വാസികൾക്ക് മാതൃകയായി വിശുദ്ധ ഖുർആൻ എടുത്തു കാണിക്കുന്ന രണ്ടാമത്തെ സ്ത്രീ, വളറബല്ലാഹു മസലൽ ലില്ലദീന ആമനു ഇംറഅത ഫിറഔൻ, ഫിറഔനിന്റെ ഭാര്യ ആസിയ. ഇത് കാലത്ത് റബ്ബി ബിനി ഇന്നക ബൈതൻ ഫിൽ ജന്ന, പടച്ചവനെ സ്വർഗ്ഗത്തിൽ എനിക്ക് ഒരു മണിമാളിക ഉണ്ടാക്കി തരണമേ. ഫിറഔനിന്റെ കൊട്ടാര സോപാനങ്ങൾ എനിക്ക് വേണ്ട, അതിന്റെ ഉള്ളിലെ സൗകര്യങ്ങൾ എനിക്ക് വേണ്ട, ആ കൊട്ടാരത്തിലെ തോഴിമാരുടെ സേവനങ്ങൾ എനിക്ക് വേണ്ട. പടച്ചവനെ, എനിക്ക് വേണ്ടത് നിന്റെ സ്വർഗമാണ്. അതുകൊണ്ട് ഇന്നൊക്കെ ബൈത്തമ്പിൽ തന്നെ പടച്ചവനെ സ്വർഗത്തിൽ എനിക്കൊരു വീടുണ്ടാക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ച മഹദി ആസിയ റളിയല്ലാഹു അൻഹ, അവരെയാണ് ഖുർആൻ ലോകത്തിലുള്ള വിശ്വാസികൾക്ക് മാതൃകയായി എടുത്തു കാണിക്കുന്നത്. തീർന്നില്ല. മക്ക എന്ന മണ്ണിൽ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് ചെല്ലുമ്പോ, ഉംറയ്ക്ക് ചെല്ലുമ്പോ, സഫാ മർവക്കിടകൾ നടക്കുകയും ഓടുകയും ചെയ്യുമ്പോ, സഹോദരങ്ങളെ, ആ രംഗത്ത് നാം ഓർത്തുപോകുന്ന ഓർമ്മിക്കപ്പെടുന്ന ഒരു വനിതയുണ്ട്. അതേ പ്രിയപ്പെട്ടവരെ, ഒന്ന് കരഞ്ഞപ്പോൾ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ഓടിയ ഒരു മാതൃത്വത്തിന്റെ മനസ്സുണ്ടവിടെ. അള്ളാഹുവിന്റെ കൽപ്പനയെ ശിരസാവഹിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയ്ക്ക് തണലുമായി വർത്തിച്ച ഹാജർ അലൈഹിസ്സലാമിന്റെ ചരിത്രം സൗന്ദര്യത്തിന്റെ പിൻബലം കൊണ്ടല്ല, സമ്പത്തിന്റെ പിൻബലം കൊണ്ടല്ല, മറിച്ച് ഭർത്താവിന്റെ മുമ്പിൽ ആ ഭർത്താവിനെ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഹാജർ അലൈഹിസ്സലാം. അതേ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഭാര്യയായ ഹാജറിനെയും പൈതലായ ഇസ്മായിലിനെയും ആ മക്ക മരുഭൂമിയിൽ കൊണ്ടുപോയി തനിച്ചാക്കി. ആ മക്കയിൽ നിന്ന് തിരിഞ്ഞു നിൽക്കുമ്പോ ഹാജർ അലൈഹിസ്സലാം വിളിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പ്രിയതമാ, നിങ്ങളോട് അള്ളാഹു കൽപ്പിച്ചിട്ടാണോ ഇങ്ങനെ ചെയ്യുന്നത്? എന്നെയും ഈ ചോരപ്പൈതലായ ഇസ്മായിലിനെയും ഈ മക്കയുടെ മണ്ണിൽ ഒറ്റക്കാക്കി തിരിച്ചു പോകുന്നത് നിങ്ങളോട് അള്ളാഹുവാണോ അതിന് കൽപ്പിച്ചത് എന്ന് ചോദിക്കുമ്പോ അതേ എന്ന് മറുപടി പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു പോകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പ്രിയപ്പെട്ട പ്രിയമാ, അതെ ഹാജർ അലൈഹിസ്സലാമയെ ലോക മുസ്ലിമീങ്ങൾ ഓരോ വർഷത്തിലും ലക്ഷങ്ങൾ, അതുപോലെ ഓരോ ദിവസത്തിലും ആ മക്കയിലേക്ക് കടന്നുപോയിക്കൊണ്ട് സഭയിലെ മറുവയിൽ നിന്നും പരസ്പരം ഓടിയും നടന്നും കൊണ്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ അവിടെയും ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്നത് ഒരു സ്ത്രീരത്നത്തെയാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. സഹോദരങ്ങളെ, നൂറ്റാണ്ടുകൾ എത്ര കഴിഞ്ഞാലും അറബികളുടെ മാതാവി എന്ന സ്ഥാനത്തേക്ക് ഉയരാൻ ഹാജർ
ലോകത്തിന് മാതൃകയായി കടന്നു വന്നിട്ടുണ്ട് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, എത്രത്തോളം വിശുദ്ധ ഖുർആൻ ഓതി വെച്ച 4-ാം അധ്യായ സൂറത്തുൻ നിസായിലെ 1-ാമത്തെ വചനത്തിലൂടെ തന്നെ അള്ളാഹു സ്ത്രീകളുടെ സ്ഥാനം ഉയർത്തി കാണിച്ചു. അള്ളാഹു പറയുന്നത്, നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരേ ആത്മാവിൽ നിന്നാണ്. പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിച്ചിരിക്കുന്നത് ഒരേ ഭാഗത്തിൽ നിന്ന്, ഒരേ ആത്മാവിൽ നിന്നാണ്. അതേ ഒരേ ആത്മാവിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ച ആ റബ്ബിനെ ജനങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. പറഞ്ഞു, തീർച്ചയായും സ്ത്രീകൾ പുരുഷന്റെ പകുതിയാകുന്നു. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ഉത്തരവാദിത്വം ഉള്ളതുപോലെ തന്നെ അവർക്ക് അവകാശങ്ങളും ഉണ്ട് എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. എല്ലാ മേഖലകളിലും സ്ത്രീകൾക്ക് അവകാശമുണ്ട് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് ലോകത്ത് കൂടുതലായി സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ച. ഇസ്ലാം സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് പൂച്ചവിലങ്ങിടുന്നു എന്ന ആരോപണമാണ് ഇസ്ലാമിന്റെ വിമർശകർ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. ആ സ്വാതന്ത്ര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആരാധനയുമായി ബന്ധപ്പെട്ട മേഖലയാണ്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, പരിശുദ്ധ ഇസ്ലാം ആരാധനയ്ക്കുള്ള സർവ്വ സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് നൽകിയിട്ടുണ്ട്. അതേ, അള്ളാഹുവിന്റെ അടിയാത്തികളെ നിങ്ങൾ അള്ളാഹുവിന്റെ പള്ളിയെ തൊട്ട് തടയരുത് എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അവർക്ക് ആരാധനയ്ക്ക് പള്ളിയിലേക്ക് പോകാൻ അനുവാദം ചോദിച്ചാൽ പുരുഷന്മാരെ അവർക്ക് അനുവാദം കൊടുക്കണമെന്ന് ലോകത്തിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അവർക്ക് ജമാഅത്തുകൾക്ക് പോകാം, പെരുന്നാൾ നമസ്കാരത്തിന് പോകാം, ഈത്തിക്കാഫിന് പള്ളിയിൽ ഇരിക്കാം, ഗ്രഹണ നമസ്കാരത്തിൽ പങ്കെടുക്കാം. ഇസ്ലാം അവർക്ക് ആരാധനാ സ്വാതന്ത്ര്യം നൽകി. ഉമർ റളിയല്ലാഹുവിന്റെ ഭാര്യ ആതിക റളിയല്ലാഹു അൻഹ ഇശാക്ക് സുബഹിക്കും പള്ളിയിൽ ജമാഅത്ത് നമസ്കാരത്തിന് പോയിരുന്നു എന്ന് സ്വഹീഹ് ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ഹദീസിൽ കാണാം. ഹജ്ജും ഉംറയും അവർക്ക് നിർവഹിക്കാൻ അനുവാദമുണ്ട്. എത്രത്തോളം പ്രിയപ്പെട്ടവരെ, യുദ്ധമുഖത്ത് പുരുഷന്മാരോടൊപ്പം ആ പുരുഷന്മാരെ സേവിക്കുന്നതിന് വേണ്ടി, അവർക്ക് ഭക്ഷണവും വെള്ളവും നൽകുന്നതിന് വേണ്ടി ആ യുദ്ധത്തിൽ പുരുഷന്മാരോടൊപ്പം സ്ത്രീകൾക്ക് കടന്നു പോകാമെന്ന് പഠിപ്പിച്ച ദർശനമാണ് പരിശുദ്ധ ഇസ്ലാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെ കാറ്റിൽ പറത്തി പിൽക്കാലത്ത് കടന്നു വന്ന ചില പുരോഹിതന്മാർ സ്ത്രീകൾക്ക് ആ പള്ളികളുടെ വാതിലുകൾ കൊട്ടിക്കടക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നത് നമ്മൾ മറച്ചു വെക്കുന്നില്ല. അത് ഇസ്ലാമിന്റെ പ്രശ്നവുമല്ല. പക്ഷേ ബാല്യകാലത്തിന്റെ കുത്തൊഴുക്കിൽ, സമൂഹത്തിന്റെ ഗമനത്തിൽ അവർക്കും അവിടെ നിന്ന് പിന്മാറേണ്ടി വന്നു. അതെ, സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സ്ഥലം, ഈ പള്ളിക്ക് സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ സൗകര്യമുണ്ട് എന്ന് ബോർഡുകൾ എഴുതി തൂക്കുന്ന അവസ്ഥയിലേക്ക് ആ ആളുകളും എത്തിപ്പെട്ടു എന്നതാണ് വാസ്തവം. ചുരുക്കത്തിൽ ഇസ്ലാം ആരാധനയുടെ കാര്യത്തിൽ സ്ത്രീകളെ മാറ്റി നിർത്തിയിട്ടില്ല. ഇനി ഒരു സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിച്ച ഉപാധികൾ എന്തൊക്കെയാണ്, അള്ളാഹുവിന്റെ നിയമങ്ങൾ ഏതൊക്കെയാണ്, വളരെ കൃത്യമായി ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ വസ്ത്രധാരണം തന്നെയാണ്. ആ വസ്ത്രം പിന്നോക്കാവസ്ഥയുടെ പ്രതീകമല്ല. സഹോദരങ്ങളെ, ഹിജാബ് അത് ധരിക്കാനുള്ള നിർദ്ദേശം 33-ാമത്തെ സൂറത്തുൽ അഹ്സാബിന്റെ 59-ാമത്തെ വചനത്തിലൂടെ അള്ളാഹുവിന്റെ റസൂൽ വിളിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞു, يا أيها النبي قل لأزواجك وبناتك ونساء المؤمنين يدنين عليهن من جلابيبهن ذلك أدنى أن يعرفن فلا يؤذين وكان الله غفورا رحيما. ഓ നബിയെ, നിന്റെ ഭാര്യമാരോടും പുത്രിമാരോടും സത്യവിശ്വാസികളുടെ സ്ത്രീകളോടും പറയൂ നബിയെ, അവർ തങ്ങളുടെ മേലാടകളിൽ നിന്നും കുറെ ഭാഗം താഴ്ത്തിയിട്ട് കൊള്ളണമെന്നും. എന്തിനു വേണ്ടി? ദാലിക അദിന, അവർ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ. ഒന്നുകിൽ അവരുടെ ഐഡന്റിറ്റിക്ക് വേണ്ടി അവർ തിരിച്ചറിയാൻ, മറ്റൊന്ന് ഫലായുദൈന, അവർ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ വേണ്ടി അവരുടെ മൂടുപടവകൾ താഴ്ത്തിയിടട്ടെ എന്ന് അള്ളാഹു ഖുർആനിലൂടെ പഠിപ്പിക്കുന്നു. കാരണം ഒരു സ്ത്രീ ഔറത്താണ് എന്ന് റസൂലുള്ളാഹി. അൽ മർഅതു ഔറത്തുൻ, ഒരു സ്ത്രീ ഔറത്താകുന്നു. ഫൈദാ ഖറജതി ഇസ്തശ്റഫൽ ശൈത്താൻ, അവൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ അവളുടെ പിന്നാലെ ശൈത്താൻ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സ്ത്രീ ഔറത്താണ്.
അവൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അവളോടൊപ്പം ശൈത്താൻ അവളെ അനുഗമിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, സുഗന്ധം സ്ത്രീകൾക്ക് നിരോധിച്ചത് തന്റെ പ്രിയപ്പെട്ടവന്റെ മുമ്പിലല്ലാതെ ഒരു സ്ത്രീ സുഗന്ധം പൂശാൻ പാടില്ല. ആളുകളെ ആകർഷിക്കണമെന്ന നിയ്യത്തോടു കൂടി ഏതെങ്കിലും ഒരു സ്ത്രീ പെർഫ്യൂം ഉപയോഗിച്ചു കഴിഞ്ഞാൽ പ്രവാചകൻ പറഞ്ഞു, തീർച്ചയായും അവൾ വേശ്യയാണ്, അവൾ വേശ്യയാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, അപ്പോ ശരിയായ രൂപത്തിൽ ഇസ്ലാമിക വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ അവർ സുരക്ഷിതയാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആരാ പഠിപ്പിച്ചത്? ആണിനെയും പെണ്ണിനെയും പടച്ച, അവരുടെ വൈകാരിക തലങ്ങൾ അറിയുന്ന, അവരുടെ ചിന്തകൾ അറിയുന്ന, അവരുടെ ചലനങ്ങൾ അറിയുന്ന ലോകത്തിന്റെ സിദ്ധാവായ റബ്ബാണ് പറയുന്നത്, അന്യപുരുഷന്മാരിൽ നിന്ന്, ആണുങ്ങളിൽ നിന്ന് നിനക്കുള്ള സംരക്ഷണമാണ്, നിങ്ങൾക്കുള്ള സംരക്ഷണമാണ് നിങ്ങളുടെ വസ്ത്രധാരണമെന്ന് പഠിപ്പിക്കുന്നത് ലോകത്തിന്റെ സിദ്ധാവാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവര്, ഇസ്ലാം പഠിപ്പിക്കുന്നത്, സൃഷ്ടാവ് പഠിപ്പിക്കുന്നത് സ്ത്രീകൾക്ക് സുരക്ഷിതമായ വസ്ത്രമാണ്. രണ്ടാമത്തെ ഉപാധി, പുരുഷന്മാരോടൊപ്പം ഒരു സ്ത്രീ ഒരിക്കലും ഒഴിഞ്ഞിരിക്കാൻ പാടില്ല. ലാ യഹ്റുവന്ന റജുലുൻ മിൻ ഇംറഅത്തിൻ ഇല്ലാ മാദി മഹ്റമിൻ. വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ട ഒരാളോടൊപ്പമല്ലാതെ ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒറ്റക്കായി കൂടാ, ഒഴിഞ്ഞിരിക്കരുത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഒരു പുരുഷനും സ്ത്രീയും ഒറ്റക്കാകുന്ന ഒരവസ്ഥ ഉണ്ടായിക്കൂടാ. പ്രവാചകൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ മൂന്നാമതായി നിങ്ങളോടൊപ്പം ശൈത്താൻ ഉണ്ടാകും. മഹ്റമിന്റെ കൂടെയല്ലാതെ ഒരു സ്ത്രീ, ഒരു പുരുഷനും പെണ്ണും ഒഴിഞ്ഞിരിക്കാൻ പാടില്ല. അത് സമൂഹത്തിൽ ഒരുപാട് കുഴപ്പങ്ങൾക്ക് കാരണമായി തീരും. പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടത്തിൽ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളാണ് മുസ്ലിമീങ്ങൾ വിദ്യാഭ്യാസപരമായി മുസ്ലിം പെൺകുട്ടികൾ ഒരുപാട് വളർന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ നല്ല സൂചനയാണ്, നല്ല കാര്യമാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, അന്യ സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കുന്ന നമ്മുടെ പെൺകുട്ടികളുണ്ട്. പലപ്പോഴും യാത്രയിൽ ഇസ്ലാമിന്റെ മാനദണ്ഡങ്ങൾ തകർക്കുകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ട്രെയിൻ യാത്രയിൽ പലർക്കും പല അനുഭവങ്ങളും ഉണ്ടാകാം. ലജ്ജ നഷ്ടപ്പെട്ടു പോയ, മാന്യത നഷ്ടപ്പെട്ടു പോകുന്ന വിധത്തിലാണ് പലപ്പോഴും നമ്മുടെ പെൺകുട്ടികൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അവര് ബോയ് ഫ്രണ്ടുകൾ ഉണ്ടാകും. മുമ്പേ രണ്ടു കൂട്ടരും തീരുമാനിച്ചിട്ടാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. അവർ രണ്ടുപേരും ഒരുമിച്ചൊരു ബോഗിയിൽ കയറുന്നു. ഭാര്യ ഭർത്താക്കന്മാരെ പോലെ പരസ്പരം കൂടിച്ചേർന്ന് പെരുമാറ്റങ്ങൾ നടത്തി. അത് മറ്റുള്ള ആളുകൾ കാണുന്നത് ഒരിക്കലും അവർക്ക് പ്രയാസമല്ല, അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളില്ല. ആ അവസ്ഥയിൽ നമ്മുടെ പെൺകുട്ടികൾ ട്രെയിനിൽ കയറി കഴിയുമ്പോ, വീട്ടിൽ നിന്നിറങ്ങി പുറത്തു പോകുമ്പോ ആ ഒരു അവസ്ഥയിലേക്ക് അന്യപുരുഷന്മാരുമായി ബോയ് ഫ്രണ്ടുമായി കൂടിക്കലർന്ന് ജീവിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, രണ്ടുപേരുണ്ടെങ്കിൽ മൂന്നാമനായിക്കൊണ്ട് പിശാചുണ്ടാകുമെന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ എന്നോടെന്നപോലെ നിങ്ങളെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സർവശക്തനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇസ്ലാം സ്ത്രീകൾക്ക് അവരുടെ സുരക്ഷയ്ക്ക് നൽകുന്ന മൂന്നാമത്തെ മാനദണ്ഡം, മൂന്നാമത്തെ ഉപാധി, ഒരു സ്ത്രീയും മഹ്റമിനോടൊപ്പമല്ലാതെ യാത്ര ചെയ്യാൻ പാടില്ല. ഇസ്ലാമിനെ കൊല്ലനം കുത്തുന്ന ആളുകൾ, ഇസ്ലാം സ്ത്രീകളെ തളച്ചിടുന്നു എന്ന് വിമർശിക്കുന്ന ആളുകൾ ഇസ്ലാമിന്റെ രാജപാതയിലേക്ക് തിരിച്ചു വരുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഇസ്ലാം പഠിപ്പിക്കുന്ന അതേ മൂല്യങ്ങൾ അവർ തന്നെ അവരുടെ നാവുകളിലൂടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്തേ പെണ്ണ് ഒറ്റയ്ക്ക് പോയാൽ, ഒറ്റയ്ക്ക് യാത്ര ചെയ്താൽ, ഒരു മഹ്റമോട് കൂടിയല്ലാതെ ഒരു പെണ്ണും ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിച്ചു. മഹ്റം ഉണ്ടാകുക എന്ന ഇസ്ലാമിന്റെ നിർദ്ദേശമാണ്. സ്ത്രീകളുടെ സുരക്ഷിതത്വമാണ് ഇസ്ലാം ലക്ഷ്യം വെക്കുന്നത്. സ്ത്രീകളുടെ മഹത്വം അതിലൂടെ ഉയർത്തിപ്പിടിക്കാൻ ഇസ്ലാം ചെയ്യുന്നത്. മറ്റൊന്ന് ഇസ്ലാം പഠിപ്പിച്ചു,
പരസ്പരമുള്ള സ്പർശനം ഇസ്ലാം നിരോധിച്ചു. ലഅൻ യുതഅന ഫീ റഅസി അഹദികും ബിമഖിയത്തിൻ മിൻ ഖദീദിൻ ഖൈറുൽ ലഹു മിൻ അയ്യമസ്സ ഇംറഅത ലാ തഖുല്ലു ലഹു. ഒരു അന്യ സ്ത്രീയുമായി സ്പർശിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് നല്ലത് വലിയൊരാണിയെടുത്ത് തലയിൽ വലിയൊരു ചുറ്റിക കൊണ്ട് അടിച്ചു കയറ്റലാണ് അതിനേക്കാൾ ഉത്തമമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എത്ര ഗൗരവമുള്ള കാര്യമാണ്. പലപ്പോഴും നമ്മുടെ കുടുംബത്തില്, നമ്മുടെ സമൂഹത്തിന് വളരെ നിസ്സാരമാണ് ഇതൊക്കെ. ഷെയ്ഖ് ആണും പെണ്ണും, അത് കസിൻ ബ്രദർ അല്ലേ, അത് കസിൻ സിസ്റ്റർ അല്ലേ എന്നൊക്കെ പറഞ്ഞ് അവരുമായി ഇരുന്ന് സംസാരിക്കുക, പറയുക, അവരുമായി യാത്ര ചെയ്യുക, അവരോടൊപ്പം യാത്ര അയക്കുക. സഹോദരങ്ങളെ, ഭാവിയിൽ വരാനിരിക്കുന്നത് അതിഭയാനകമായ അപകടങ്ങളാണ് എന്നുള്ള തിരിച്ചറിവ് രക്ഷിതാക്കളായ നമുക്കുണ്ടാകണം. ഇല്ല, മഹ്റമിനോടൊപ്പമല്ലാതെ ഒരിക്കലും ഇടപഴകിക്കൂടാ. ഒരു അന്യ സ്ത്രീയെ സ്പർശിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് നല്ലത് ഒരാണികടുത്ത് തലയിൽ ചുറ്റിക കൊണ്ട് അടിച്ചു കയറ്റുക, അതായിരിക്കും ഉത്തമമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, പരസ്പരം പുരുഷന്മാര് സ്ത്രീകൾ കൂടിക്കലരുന്ന എല്ലാ വേദികളും ഇസ്ലാം ശക്തമായി എതിർത്തു. സഫിൽ പോലും ഏറ്റവും ശ്രേഷ്ഠമായ സഫ് ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ സഫ്, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ശ്രേഷ്ഠമായ സഫ്, സഫിന്റെ ഏറ്റവും ആഹൃ പിന്നിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പരസ്പരം ആരാധനാ രംഗത്ത് പോലും സ്ത്രീ പുരുഷന്മാർ കൂടിക്കലരാതിരിക്കുവാൻ വേണ്ടിയാണ്. ഇനിയോ പ്രിയപ്പെട്ടവരെ, സ്ത്രീകൾക്കുള്ള മഹത്വം എത്രത്തോളമാണ് എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും ഒരു പെൺകുഞ്ഞുണ്ടാവുകയും അതിനെ ജീവനോടുകൂടി കുഴിച്ചുകൂടാതിരിക്കുകയും അവൾ അപമാനിക്കാതിരിക്കുകയും ആൺകുഞ്ഞിന് അവളേക്കാൾ പ്രാമുഖ്യം കൽപ്പിക്കാതിരിക്കുകയും ചെയ്താൽ അല്ലാഹു അവന് സ്വർഗം നൽകിയിരിക്കുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതെ, പെൺകുട്ടികൾക്കുള്ള സ്ഥാനം ഇസ്ലാം പഠിപ്പിക്കുകയാണ്. രണ്ട്, ഒരു പെൺകുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവന്ന് വിവാഹപ്രായമെത്തിച്ച് അവരെ വിവാഹം പറഞ്ഞയച്ചാൽ, രണ്ട് പെൺകുട്ടികളെ വളർത്തിക്കൊണ്ടുവന്ന് വിവാഹപ്രായമെത്തി അവരെ വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്താൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തന്റെ രണ്ട് വിരൽ ചേർത്ത് പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഞാനും അവനും സ്വർഗത്തിൽ ഈ വിരലുകളെ പോലെയാണ് എന്ന്. അതേ പ്രിയപ്പെട്ടവരെ, സ്ത്രീകൾക്ക് ഇസ്ലാം നൽകുന്ന സ്ഥാനം പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. തീർന്നില്ല, ഭാര്യയാകുമ്പോഴോ അവരോടും കടപ്പാടുണ്ട്. അവരോട് നിങ്ങൾ നല്ല നിലയിൽ വർത്തിക്കണം, ഭാര്യമാരോട് നിങ്ങൾ നല്ല നിലയിൽ വർത്തിക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ നിർദ്ദേശം. ഭാര്യ എന്ന നിലയിൽ അധികാരം അവളിൽ ചെലുത്തേണ്ടവനല്ല നമ്മൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടിയായിരുന്നു ഭാര്യമാരോട് പെരുമാറിയിരുന്നത് എന്ന് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നു. മാന്യമായ പെരുമാറ്റം അവർക്ക് നൽകണം. പ്രവാചകന്റെ സ്വഭാവത്തെ കുറിച്ച് പത്നി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ അടുക്കളയിൽ ജോലികളിൽ സഹായിക്കുമായിരുന്നു. ആടുകളെ പാല് കവർന്നെടുക്കുമായിരുന്നു. അതുപോലെ പ്രവാചകൻ വീട്ടില് വസ്ത്രങ്ങൾ അലക്കുമായിരുന്നു, വൃത്തിയാക്കുമായിരുന്നു. അതാണ് പ്രവാചകന്റെ സ്വഭാവം എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഇത്രത്തോളം സ്ത്രീകൾക്ക് സുരക്ഷിതത്വവും ആദരവും ബഹുമാനവും നൽകുന്ന ഒരു ആദർശം, ഒരു തത്വസംഹിത ഭൂമി ലോകത്തില്ല എന്നുള്ളത് വളരെ കൃത്യമാണ്. ഈ പഠിപ്പിക്കുന്ന മൂല്യങ്ങള് എവിടെ ചവിട്ടി വധിക്കപ്പെടുന്നോ അവിടെ മീട്ടു എന്ന വാക്ക് നമ്മൾ കേൾക്കേണ്ടി വരും. എന്താണ് മീട്ടു എന്ന പദം? 2006 അമേരിക്കയിലെ ഒരു സ്ത്രീയാണ് അതിന് തുടക്കം കുറിച്ചത്. ലൈംഗിക അതിക്രമങ്ങൾക്കിരയാകുന്ന സ്ത്രീക്ക് കാര്യങ്ങൾ തുറന്നു പറയാവുന്ന ഒരു വേദി, അതിനാണ് മീട്ടു എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ഒരു ഇസ്ലാം ഉള്ള ഒരു മുസ്ലിമിന്റെ വീട്ടിൽ നിന്ന് മീട്ടു എന്ന ശബ്ദം ഉയരില്ല. മറിച്ച് ഇസ്ലാം എവിടെയെല്ലാം ചവിട്ടി വധിക്കപ്പെടുന്നുവോ അവിടെ നിന്നൊക്കെ മീട്ടു എന്നുള്ള കരച്ചിലാണ്, മുറവിളികളാണ് കേൾക്കേണ്ടി വരിക എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ വീട് ഉമ്മ ആദരിക്കപ്പെടുന്ന, ഭാര്യ സംരക്ഷിക്കപ്പെടുന്ന, പെൺമക്കൾ കാരുണ്യം ചൊരിയപ്പെടുന്ന,
മാതൃകാപരമായ ഒരു വീടാക്കി മാറ്റാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിന്റെ ആദർശത്തെ ജീവിതത്തിൽ പകർത്താനും അഭിമാനത്തോടുകൂടി ആ ഒരു ഇസ്ലാമിന്റെ ആദർശത്തെ പ്രബോധനം ചെയ്യാനുള്ള ഇൽമും ഈമാനും ആഫിയത്തും തൗഫീഖും അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മൾ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരികയും നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുവാൻ മഹാഭാഗ്യം ലഭിക്കുന്ന വിശ്വാസികളിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ഈ ലോകത്തിൽ വിട പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഷഹാദ ഉച്ചരിച്ചുകൊണ്ട് വിട പറയാൻ ഭാഗ്യം ലഭിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു മുസ്ലിം ഉമ്മത്തിന് ഐക്യവും ഇസ്സത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മിൽ മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم أحينا كتاب والسنة وأمتنا والإيمان والتوبة. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا إلا للذين آمنوا. ربنا إنك رؤوف رحيم.